ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വന്നിരിക്കുന്ന 4 ഡിഫറെൻറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാണിയിലേക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. പോസ്റ്റ് വരുന്നത് ഫാം അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. ഡെയിലി വേജ് ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ SSLC വിത്ത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഏതെങ്കിലും ഇക്വാലൻ്റ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഓപ്ഷണൽ ആണ്. നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് 820 രൂപയാണ് ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത്. അത് ഏകദേശം മന്ത്ലി വരുന്ന സമയത്ത് 22,140 രൂപയായിരിക്കും മാക്സിമം പേയ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് 10/10/2025 രാവിലെ 11 മണിക്കാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഡേറ്റിൽ 30 മിനിറ്റ് മുന്നേ ആയിട്ട്, അതായത് 10:30 ആകുമ്പോഴത്തേക്കും അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിത്ത് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ കോപ്പീസും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാണി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്കിൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണ്. ടൈറ്റിൽ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്രോജക്റ്റ് ബേസ്ഡ് ആണ് വരുന്നത്. ഡെയിലി വേജ് ബേസ് തന്നെയാണ്. ആൻഡ് AICRB ഓൺ നെമറ്റോഡ്സ് ഇൻ അഗ്രികൾച്ചർ പ്രോജക്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. ആൻഡ് ഫണ്ടിങ് ഏജൻസി എന്ന് പറഞ്ഞാൽ ICAR ആണ്. പ്രൊജക്ട് പൊസിഷൻ ആൻഡ് നമ്പർ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ആണ്. ആൻഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇൻ പാത്തോളജിക്കൽ അല്ലെങ്കിൽ മൈക്രോ ബയോളജിക്കൽ ടെക്നിക്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്. എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഡിസേറബിൾ ആണ്. ആൻഡ് ഒരു ദിവസത്തെ പേയ്മെൻറ്റ് വരുന്നത് 710 രൂപയാണ്. 59 ദിവസത്തേക്കാണ് ഈ ഒരു ജോലി വരുന്നത്. അത് കഴിഞ്ഞ് എക്സ്റ്റൻഷന് സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം 59 ദിവസത്തേക്കായിരിക്കും നിങ്ങളുടെ ജോബ് വരുന്നത്. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് 7/10/2025 ഇത് നടക്കുന്നത് ഓഫീസ് ഓഫ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് സൗത്ത് സോൺ വെള്ളയാണിയാണ്. രാവിലെ 10:30 ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പീസുമായിട്ട് തന്നെ അവിടേക്ക് പോകേണ്ടതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാണി തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്പർ ഓഫ് പോസ്റ്റ് 1 MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് 1 ഇയർ ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ MSc അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കോഴ്സ് കമ്പൽസറി അല്ല. ഇവിടെ നിങ്ങൾക്ക് പൈത്തണും അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ അറിയാമെങ്കിൽ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. ഡിസേറബിൾ ആണ്, എസെൻഷ്യൽ അല്ല. ഡെയിലി വേജ് ബേസിസ് എന്ന് പറയുന്നത് ഒരു ദിവസം 1160 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. മന്ത്ലി വരുമ്പോൾ അത് ഏകദേശം 31,000 രൂപയോളം സാലറി ഉണ്ടാവും. നിങ്ങൾക്ക് 40 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതും ഒരു 59 ദിവസത്തേക്കുള്ള ഒരു ടെമ്പററി ജോബായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ചെയ്യാതിരിക്കാം, അങ്ങനെ ഒരു ജോബാണ് വരുന്നത്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ സീനിയർ റിസർച്ച് ഫെലോ SRF പോസ്റ്റിലേക്കാണ് വരുന്നത്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ഇൻ അഗ്രോണമി അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതല്ലെങ്കിൽ സോയിൽ സയൻസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ഹോർട്ടിക്കൾച്ചർ, വെജിറ്റബിൾ സയൻസ്, ഇതിലേതിലെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 4 or 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. 4 or 5 years ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. എസെൻഷ്യൽ അല്ല, ഡിസേറബിൾ ആണ്. നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്നത് 37,000 രൂപയായിരിക്കും ആദ്യത്തെ 2 വർഷത്തേക്ക്. മൂന്നാമത്തെ വർഷം അത് 42,000 രൂപയായിട്ട് ഇൻക്രീസ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് KVK കോട്ടയം കുമാരകം NICRA വില്ലേജിലാണ് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. രാവിലെ 10/10/2025 11 മണിക്കാണ് ഈ ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് കൃഷി വിജ്ഞാൻ കേന്ദ്ര KVK കോട്ടയം
കോട്ടയത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റഡ് കോപ്പീസും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഈ പറയുന്ന കോളേജിലേക്ക് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എല്ലാ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും നമ്മളൊരു കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.